കൃപ നിറഞ്ഞവരാകാൻ പകരാൻ ദൈവവചനത്തിൽ വളരാം. ആർത്തുപാടാൻ സാക്ഷ്യമാകാം വചനം നൽകും വിടുതലിനായി. സത്യദൈവം ഏകദൈവം വാക്കുമാറാത്ത ദൈവം. സത്യദൈവം ഏകദൈവം വാക്കുമാറാത്ത ദൈവം. ദൈവവചനം ജീവമന്യയാ. ദൈവവചനം. നമ്മളിന്ന് ചേർപ്പങ്ക പള്ളിയിലാണ്. നമ്മുടെ ചേർപ്പങ്കൽ പള്ളിയിൽ നിന്ന് ജീവമന്നയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരു ടീമുണ്ട്. ആ ടീമിലുള്ള നമ്മൾ രണ്ടാൾക്കാരാണുള്ളത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവർ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിച്ചേർന്നു. അതായത് രൂപതലവും എല്ലാം പൂർത്തിയാക്കി ഏറ്റവും അവസാനത്തെ റൗണ്ടിലേക്ക് വന്നു. നമുക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ രൂപതയിലെ വലിയ പള്ളികളിലൊന്നാണ് ഈ ചേർപ്പങ്കൽ പള്ളി. അപ്പോൾ അവിടെ നിന്ന് ഒരു ടീം എത്തി എന്നുള്ളത് നമുക്ക് വലിയൊരു അഭിമാനമാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന ജീവമന്ന മത്സര പരീക്ഷയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ട് ആയിരിക്കുന്ന ചേർപ്പങ്കൽ ഫൊറാന ദേവാലയത്തിൽ നിന്നുള്ള അന്ന സജിക്കും മനു സജിക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും ചേർപ്പങ്കൽ ഫൊറാന ദേവാലയത്തിലെ വിശ്വാസികളുടെ പേരിൽ ആശംസിച്ചുകൊള്ളുന്നു. ദൈവവചനം ജീവമന്യയാ. ദൈവവചനം ആത്മീയ ജീവന. ദൈവവചനം ജീവമന്യയാ. ദൈവവചനം ആത്മീയ ജീവന. ജീവമന്ന പഠന പരമ്പര പദ്ധതിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതാണ് എൻ്റെ വീട്. അച്ഛന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിലും സന്തോഷം. ഇതെൻ്റെ അമ്മ. ഞങ്ങൾ രണ്ടുപേരൂടെയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. അമ്മയുടെ പേര് മനു സജി. ഇതെൻ്റെ അനിയൻ. ഇവൻ്റെ പേര് ആൻഡോ. ഇവൻ ഇനി 7 കയറാൻ പോവുകയാണ്. ഇതെൻ്റെ പപ്പയുടെ പേര് സജി. പപ്പ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇതെൻ്റെ വല്യമ്മ. അമ്മയുടെ പേര് ലില്ലി. മോൾ എവിടുന്നാ ഇപ്പൊ ഇതിനെ കുറിച്ച് കേട്ടത്? ഈ ജീവനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് പള്ളിയിൽ നിന്ന് കേട്ടത് തന്നെ. അന്നേരം തന്നെ ഇതിന്റെ പങ്കെടുക്കണമെന്ന് ആലോചിച്ചായിരുന്നോ? ആദ്യമേ ആലോചിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നോട് ആദ്യമേ പറഞ്ഞത് അമ്മ തന്നെയാണ്. പിന്നെ ഇതിനെപ്പറ്റി കേട്ട് കഴിഞ്ഞപ്പം ആദ്യം ഇത്രയും വചനം ഉണ്ടെന്നറിഞ്ഞപ്പം പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം എനിക്ക് ബൈബിളിന്റെ അതായത് പോർഷൻ ഓർത്തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ആദ്യമേ പാടായിരുന്നു. പക്ഷെ പിന്നെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പം അറിയാതെ ഓർത്തിരിക്കാൻ തുടങ്ങി. പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം അങ്ങനെ പഠിച്ചു പോരുമായിരുന്നു. ഈ അവധിക്കാലമൊക്കെ ആയിട്ട് സമയം എന്ത് ചെയ്യണം എന്നറിയാതെ വെറുതെ കുറച്ചു നേരം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ വചനം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് നമ്മുടെ ഓരോ ടൈമാണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ആയി. ഇപ്പം വെറുതെ കളയുന്നേക്കാളും അത് ദൈവത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ എല്ലാത്തിനും കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് എല്ലാം മാറി. പിന്നെ അതുപോലെ തന്നെ കുറെ കൂടെ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ട്. ബൈബിൾ പഠിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു താല്പര്യം അങ്ങനെ. കൊള്ളാം, നന്നായിരിക്കുന്നു. ജീവമന്നയുടെ ഫൈനൽ റൗണ്ട് വരെ എത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അല്ല, പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ മത്സരിക്കാം എന്നുള്ളൊരിതിൽ ഒരു മത്സരബുദ്ധിയോടെ ഒന്നും അല്ല വന്നത്. പങ്കെടുത്ത് പോരുക അങ്ങനെയുള്ളൊരിതിലാണ് വന്നത്. ഫൈനൽ കയറിയതിൽ വളരെ സന്തോഷം. ഇനി മാക്സിമം ഞങ്ങൾ പരിശ്രമിക്കും. നമ്മുടെ ആ ലോഗോസ് മോഡൽ പരീക്ഷയിലൊക്കെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് 84 ഉണ്ടായിരുന്നുള്ളൂ. 84 ഉണ്ടായിരുന്നോ? നമ്മുടെ ഇവിടെ ലാസ്റ്റ് നടന്ന പരീക്ഷയിലോ? ലാസ്റ്റ് ഞങ്ങൾക്ക് 49. 49 എണ്ണം ശരിയാക്കിയല്ലേ? അപ്പോൾ അത് വലിയ കാര്യം. അതിൻ്റെ അകത്ത് അത്രയും ചോദ്യങ്ങളിൽ നിന്ന് അത്ര എണ്ണം കറക്റ്റായിട്ട് റെഡി ആക്കിയല്ലോ. അപ്പോൾ ഇനി ഫൈനൽ പരീക്ഷ നമ്മൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് 2 മണിക്ക് തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിന് ആദ്യം ഇൻട്രസ്റ്റ് എടുത്തത് മോളാണോ അതെയോ ചേച്ചിയാണോ? ഞാനാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഇവളിവിടെ വന്നു. ഇവള് പിന്നെ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തു. ഇവള് കൂടുതൽ പഠിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമ്പ് വന്നു. അവൾക്ക് മാറിപ്പോകുമെന്ന് തോന്നിയായിരുന്നു. പങ്കെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ക്യാമ്പ് മാറ്റി വെച്ചു. എല്ലാം ഒരു ഉണ്ണീശോയുടെ ഒരു അനുഗ്രഹം പോലെ ക്യാമ്പ് മാറ്റി ഡേറ്റിന് പങ്കെടുക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾ എങ്ങനെ രണ്ടുപേരുടെ ഡിവൈഡ് ചെയ്ത് പഠിക്കണോ? ഇത് ഡിവൈഡ് ചെയ്ത്. അതെയോ? നീ കൊച്ചാണ് പഠിക്കും. എനിക്ക് അത്രയും ഓർമ്മയിൽ അത്ര നിൽക്കുന്നില്ല തോന്നിയിട്ട് പുസ്തകം മുഴുവൻ കവർ ചെയ്ത് രണ്ടുപേരുടെ കൂടി
മൊത്തം പൂർണ്ണമായിട്ട് പഠിച്ചു ഞാൻ അല്ലേ? പഠിക്കാത്ത പോർഷനൂടെ ഇവള് പഠിച്ചു. ഓഹോ ഹോ. അപ്പൊ എന്തോരം വെച്ച് പഠിച്ചു ഏകദേശം? ഞാൻ 150 എണ്ണം ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ അറിയത്തില്ലാത്ത ഇവളോട് പറയുമ്പോൾ ഇവള് പഠിക്കും. അങ്ങനെ പഠിക്കുക. അങ്ങനെ പിന്നെ ഇപ്പൊ ഞങ്ങള് ബൈബിള് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് സുവിശേഷം ഓരോന്ന് നോക്കി വായിച്ചോണ്ടിരിക്കുക അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഭംഗിയായിട്ട് എഴുതാൻ പറ്റട്ടെ കേട്ടോ.